നമസ്കാരം. ഈ ഒരു വാർത്ത ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിൽ ഒരു 2-3-4 ദിവസമായിട്ട് ഇങ്ങനെ പ്രചരിക്കുന്ന ഒരു സംഭവം. ഇതൊന്നല്ല, ഇത് കുറേ യൂട്യൂബ് ചാനലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന സംഭവം. ദൈവത്തെ കണക്ക് കൊണ്ട് തെളിയിക്കാമെന്ന് ഹാർവേഡ് ശാസ്ത്രജ്ഞൻ. അപ്പോൾ ഇനിയിപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് വന്നേക്കുന്നത് ഈ ഒരു മനുഷ്യൻ്റെ, ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ഇതും കൂടെ, അപ്പം കൂടെ അത് വന്നതോടുകൂടി അത് പൂർത്തിയായി. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണ് അറിയണമെന്ന് ഓർത്ത് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയതായിട്ടൊരു ബ്രേക്ക് ത്രൂ എന്ന് പറയാൻ പാകത്തിനുള്ള ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ നിൽക്കുന്ന ഒരു ഡിബേറ്റ് ഉണ്ട്. അത് ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഡിബേറ്റ്. അതിലേക്ക് വെളിച്ചം വീശുന്ന എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഓരോ ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഓരോ ഇതിൽ ഉണ്ടാകുമ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങൾ വരും എന്നുള്ളത് നാച്ചുറലാണ്. ഇനിയിപ്പം അഥവാ ശരിക്കും ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവണം എന്നുള്ളെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കണം എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം, ഈ ഒരു 2025 ദൈവമായിട്ട് ബന്ധപ്പെട്ടത് ദൈവം എന്നുള്ള വാക്ക് തന്നെ ഒരു മലയാളത്തിൽ അത് പറയുമ്പോഴും, അല്ലെങ്കിൽ ഗോഡ് എന്നൊരു സംഭവം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ആ ഉച്ചാരണത്തിൽ അല്ലെങ്കിൽ അത് കേൾക്കുന്ന ഒരു ഭാവത്തിൽ തന്നെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. കാരണം നമുക്ക് ദൈവം നിന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ആ ഗോഡെന്നെ പറയാൻ പറ്റില്ല. കാരണം ദൈവം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മലയാളികൾ, പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു സയൻറ്റിഫിക് ഒരു ഇതിൽ കാണുന്ന ഒരു മലയാളികൾക്ക് വേറെ എന്തൊക്കെയോ ആണ് മനസ്സിലേക്ക് വരുന്നത്. അതിനെന്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വൽ ദൈവം ഉണ്ട് എന്ന് വിചാരിച്ചോ. ഞാനിത് പറയുന്നത് വെറും ഒരു ന്യൂട്രലായിട്ട് ഒന്നുകൊണ്ടാണ്. ഞാനിപ്പോൾ ഒരു ദൈവവിശ്വാസി ആയിരിക്കാം, ദൈവവിശ്വാസി അല്ലായിരിക്കാം. പക്ഷേ ഈ പറയുന്നത് ഒരു പ്യുവർ സയൻറ്റിഫിക് ബേസിൽ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ദൈവം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ദൈവം ഇല്ലായിരിക്കാം. പക്ഷേ ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതും ശരിക്കുമുള്ള ദൈവവും, ഇനിയിപ്പോൾ ഉണ്ടെന്ന് വിചാരിച്ചു, ശരിക്കുമുള്ള ദൈവവും നമ്മുടെ ഒക്കെ ബ്രെയിനിൽ കുത്തി നിറച്ചേക്കുന്ന വേറെ എന്തോ സംഭവം തമ്മിൽ ഒരു കണക്ഷനും ഇല്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ ഇനി അഥവാ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായി എന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു നാസയെ പോലെയുള്ള ഏജൻസി വരെ കുഴപ്പിക്കുന്ന ഒരു സംഭവത്തിലേക്കുള്ള ഒരു വെളിച്ചം വീശുന്ന ഒരു കാര്യമായിരിക്കണം. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഇപ്പം നാസ പോലത്തെ ഒരു ഏജൻസി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ ഇതൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം, ക്ലാസിക്കൽ ഫിസിക്സ് ഒരു ഭാഗത്ത്, ക്വാണ്ടം ഫിസിക്സ് ഒരു ഭാഗത്ത്, ഇതിനെ യോജിപ്പിച്ചുകൊണ്ട് തിയറി ഓഫ് എവറിത്തിങ് അഥവാ സ്ട്രിങ് തിയറി, എം തിയറി എന്നൊക്കെ പറയുന്ന സംഭവം വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നം. അതിലിപ്പോൾ ക്വാണ്ടം ഗ്രാവിറ്റി പോലത്തെ സംഭവമൊക്കെ വന്നിട്ടുണ്ട്, പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ചോദ്യം എന്ന് പറയുന്നത് ഇന്നോ നാളെയോ പെട്ടെന്ന് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്ന ഒരു ചോദ്യമല്ല. ഒരു സയൻറ്റിഫിക് ബേസിൽ പറയണതാണ്. ഇനിയിപ്പം അഥവാ അതിനുള്ളിൽ തന്നെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായി എന്ന് വിചാരിച്ചു, സ്ട്രിങ് തിയറി വാലിഡേറ്റ് ചെയ്യുന്നു എന്നൊരു ബ്രേക്ക് ത്രൂ ഉണ്ടായി, അത് ഭയങ്കര ഒരു വലിയ സംഭവമാണ്. അത് വന്നു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ തിയറി ഓഫ് എവറിത്തിങ്, അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ തന്നെ അത് സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു സംഭവത്തിന് വഴിത്തിരിവുണ്ടായിരുന്നു. അപ്പോഴും ദൈവം എന്നുള്ള സംഭവം, സയൻസ് ദൈവത്തെ കാണുന്നത് ഒരു അൺനോൺ ആയിട്ട്, അല്ലെങ്കിൽ ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ ഡെഫിനിഷൻ തന്നെ മതങ്ങൾ നൽകിയിട്ടുള്ള ഡെഫിനിഷനാണ്. മതങ്ങൾ നൽകിയിട്ടുള്ള ഡെഫിനിഷനും ശരിക്കും ഇപ്പോൾ നമ്മൾ ചില ശാസ്ത്രജ്ഞന്മാർ, അതും ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫിസിസിസ്റ്റ് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞേക്കാളും മുകളിലുള്ള പല ശാസ്ത്രജ്ഞന്മാരും ഉണ്ട്. അവർ ഇപ്പോൾ ഒരു ക്വാണ്ടം മെക്കാനിക്സിനെ തന്നെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ ലാംഗ്വേജ് എന്നാണ്. അപ്പോൾ അതൊരു അലങ്കാരികമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നതിൽ അതിനൊന്നും ഒരു തെറ്റില്ല. എന്നുവെച്ചാൽ അത് സൂചിപ്പിക്കണം അതിനോടുള്ളൊരു സയൻറ്റിഫിക് വേൾഡിന് അതിനോടുള്ളൊരു ക്യൂരിയോസിറ്റിയും ആ ഒരു സംഭവം. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പറയുന്നത് തന്നെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ച്
അത് വർക്ക് ചെയ്യുന്നു. പക്ഷേ എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ, അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ള സംഭവം. ഇതെങ്ങനെ ഉറപ്പിച്ച് ഇപ്പോൾ പറയാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഇത് കണ്ടുപിടിച്ച മാക്സ് പ്ലാങ്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് തന്നെ സംശയമായിരുന്നു. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഭയങ്കരമായിട്ട് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വെളിച്ചം വീശുന്ന കുറേ സംഭവങ്ങൾ സമ്മാനിച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം തന്നെ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം തന്നെ ഇതിനെ നോക്കിക്കണ്ടത് ഒരു സംശയത്തോടു കൂടിയാണ്. പക്ഷെ ഇന്നത് ഭയങ്കരമായിട്ട് ക്വാണ്ടം മെക്കാനിക്സ് വികസിച്ച് നല്ലൊരു രീതിയിലെത്തിക്കുന്നു. ക്വാണ്ടം കമ്പ്യൂട്ടറൊക്കെ ഉണ്ടാകുന്ന ഒരു രീതിയിലെത്തി. ഇന്നത് സംശയമില്ലാത്ത കാര്യമാണ്. ക്വാണ്ടം മെക്കാനിക്സ് ഇന്ന് അതൊരു അന്ധവിശ്വാസം അങ്ങനത്തെ സംഭവമൊന്നുമല്ല. പക്ഷെ എന്നാലും അതൊരു മിസ്റ്ററി ആയിട്ട് നിൽക്കുന്നു. അത് മിസ്റ്ററി ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് മിസ്റ്ററി ആയിട്ട് നിൽക്കുന്നു എന്നാണ്. അല്ലാണ്ട് അതിന് വേറെ ഒരു അർത്ഥമൊന്നും ഇല്ല.